അയ്യപ്പേട്ട CMRL എക്സാലോജിക് വിവാദ ഇടപാടുകൾ അത് പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സമയത്ത് തന്നെ വലിയൊരു വെടി പൊട്ടുന്നു. അത് സത്യത്തിൽ അച്ഛൻ്റെയും മകളുടെയും നെഞ്ചത്ത് തന്നെ കൊണ്ടിട്ടുണ്ട്. പിന്നെ അതിൽ ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നൊക്കെ പറയാൻ മൂപ്പിലാനും മൂപ്പിലാത്തിയും കൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അങ്ങനെയല്ല, നനഞ്ഞു എന്നുള്ളത് മനസ്സിലായി. അതായത് വീണു, ആ വൻമരം വീണു. അപ്പോൾ ഞാൻ ചോദിക്കുന്നതേ, എല്ലാവരും ഒറ്റക്കെട്ടായിട്ടൊക്കെ നേരിടുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. അതെ അതെ, പക്ഷേ അങ്ങനെയല്ല എന്നുള്ളതാണ് ഇതിൽ. അതെ, പൊളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള മുഹമ്മദ് സലീം കൽക്കട്ടയിൽ, അതായത് ബംഗാൾ ഘടകത്തിന്റെ പാർട്ടി സെക്രട്ടറി, ബംഗാളിലെ പാർട്ടി സെക്രട്ടറിയാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം, അതായത് ആർക്കെതിരെയാണോ ഇത് വന്നിരിക്കുന്നത്, കേസ് വന്നിരിക്കുന്നത്, അത് അവർ നേരിടട്ടെ, എന്തിന് പാർട്ടി നേരിടണം? അത് ഒരു യഥാർത്ഥ സഖാവിൻ്റെ ശബ്ദമാണ്. അതായത് പിണറായി അങ്ങനെയൊന്നും സംരക്ഷിക്കേണ്ട ഒരാവശ്യവുമില്ല എന്നുള്ളത് ഒരു എന്താ പറയുക, അങ്ങനെ ഒരു വിഭാഗം അവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി തരുന്ന ഒരു സംഭവമല്ലേ? അതായത് അദ്ദേഹത്തിന്റെ പേര് അബ്ദുൽ സലീം എന്നല്ലേ? മുഹമ്മദ് സലീം. അതെ, മുഹമ്മദ് സലീം. ഈ മുഹമ്മദ് സലീം എന്ന് പറയുന്നത് ബംഗാൾ ഘടകത്തിന്റെ പാർട്ടി സെക്രട്ടറിയാണ്. അതായത് ബംഗാളിലെ പാർട്ടി സെക്രട്ടറിയാണ്. ബംഗാളുകാർക്ക് അറിയാം അവിടെ എങ്ങനെ പാർട്ടി തകർന്നു എന്ന്. അവരുടെ മുന്നിൽ ഒരു സാക്ഷ്യമുണ്ട്. അവരുടെ മുന്നിൽ ബംഗാളിൽ എങ്ങനെ പാർട്ടി തകർന്നു എന്ന് ചോദിച്ചാൽ തുടർച്ചയായിട്ടുള്ള ജ്യോതിബാസുവിന്റെ ഭരണം, ശേഷം ബുദ്ധദേവന്റെ ഭരണം, അവിടെ ഇങ്ങനെ ഈ പറയുന്ന പോലെ കർഷകരെ അടിച്ചമർത്താനൊക്കെ നോക്കിയിട്ട് പാർട്ടി തകർന്നു പോയി. പാർട്ടി തകർന്നതിനെ കുറിച്ച് അറിയാവുന്നുള്ളത് കൊണ്ട് തന്നെയാണ് സലീം ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത്. മുഹമ്മദ് സലീമിന്റെ പ്രസ്താവനയ്ക്ക് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. അതായത് കേരള ഘടകം ആണ് ഇപ്പോൾ കേരളമാണ് ആകെ പാർട്ടിക്ക് ഭരണമുള്ള സംസ്ഥാനം എന്നിരിക്കൽ ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ എന്ന് പറയുമ്പോൾ ശരിക്കും മുഖ്യമന്ത്രിയിലേക്ക് തന്നെയാണ് ഇത് ചെന്നെത്തുന്നത്. ഈ ചൂണ്ടുപലക ചെന്നെത്തുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ എന്ന് പറയുമ്പോൾ എന്തായാലും അങ്ങനെ സംരക്ഷിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നതിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. അത് ശരിക്കും പാർട്ടിക്ക് ചർച്ച ചെയ്യേണ്ടി തന്നെ വരും. കാര്യം അവർക്ക് അവരുടെ മുന്നിൽ ഒരുപാട് അനുഭവങ്ങൾ ഉള്ളത് കൊണ്ടാണ് അവർ പറയുന്നത്. അത് ശരിയായ കാര്യവുമാണ്. കാര്യം പിണറായി വിജയനെ സംരക്ഷിച്ച് നിർത്തുന്നതോടൊപ്പം ഇങ്ങനെ എത്രത്തോളം സംരക്ഷിച്ച് നിർത്തുമോ അത്രത്തോളം പാർട്ടി പടുകുഴിയിലേക്ക് പോവുകയാണ്. ആകെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അതായത് CPM എന്ന് പറയുന്ന പാർട്ടിക്ക് ഇന്ത്യയിൽ ഒട്ടാകെ വെറും 10 ലക്ഷം അംഗങ്ങളാണുള്ളത്. ഇന്ത്യയിലെ ജനസംഖ്യ എത്രയാണ്? ഇന്ത്യയിലെ ജനസംഖ്യ എത്രയോ കോടിയിൽ വെറും 10 ലക്ഷമാണുള്ളത്. അതിൽ കേരളത്തിൽ 5 ലക്ഷമാണ്. ബംഗാളിൽ പാർട്ടി പോയി, ത്രിപുരയിൽ പാർട്ടി പോയി. അപ്പോൾ ഈ പറയുന്ന പോലെ മൃഗീയ ഭൂരിപക്ഷം ഇപ്പോൾ കേരള ഘടകത്തിന് ഭരണത്തിലിരിക്കുന്ന പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് എന്തും അങ്ങ് അംഗീകരിച്ചു കൊടുക്കാമെന്ന് പറയുമ്പോൾ ഈ പാർട്ടി തീർന്നു എന്നാണ് പ്രകാശ് കാരാട്ടിനോടും ഈ വന്നിരിക്കുന്നവരോടും, സഖാക്കളെ ഇത് തീർന്നു, പാർട്ടി തീർന്നു, ഇദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരാവശ്യമില്ല. അപ്പോൾ അത് പറഞ്ഞത് വളരെ സത്യമാണ്. കാര്യം നമുക്ക് നമ്മുടെ മുന്നിൽ വളരെയധികം തെളിവുകളുണ്ട്. തെളിവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടിയേരിയുടെ മോനെതിരെ വന്നപ്പോൾ ഇവിടെ ആരാ അന്ന് സപ്പോർട്ട് ചെയ്തത്? കോടിയേരി പറഞ്ഞല്ലോ എന്റെ മകനത്. അപ്പൊ അന്ന് ഇവിടെ ആരും സംസാരിക്കില്ലായിരുന്നു. ഇനിയിപ്പോ കോടിയേരിയുടെ ആണെങ്കിലും അത് മാറ്റിവെക്കുക. ഞാൻ ചോദിക്കുന്നത് ഇത്ര ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ്. സാമ്പത്തിക കുറ്റകൃത്യവും അഴിമതി ആരോപണവും എല്ലാം ഉണ്ട്. ഇനിയിപ്പോ SFI അതെ, അതും ഒന്ന് ആലോചിച്ച് നോക്കണം. സംസ്ഥാന മുഖ്യമന്ത്രിയുടെ മകൾ എന്ന ലേബലിൽ അല്ലെ, ആ ഒരു ലേബലിൽ ഇവർ നേടിയെടുത്തതാണ് ഇത്. അതെ, അതിപ്പോ തഴമ്പ് നോക്കേണ്ട കാര്യമല്ലെങ്കിൽ പോലും ഞാൻ അതെല്ലാം അങ്ങനെ തന്നെയാണ്. അതല്ലെങ്കിൽ വീണയ്ക്ക് എന്താണ് അവിടെ പ്രസക്തി? അല്ലെങ്കിൽ തിരിച്ചു നമുക്ക് പറയാം, എങ്ങനെയോ അച്ഛൻ മകളെ ഉപയോഗിച്ച് പൈസ വാങ്ങിയെന്നുണ്ടെങ്കിലും പറയാം. അതെ, പക്ഷെ ഇത് നേരെ തിരിച്ചാണല്ലോ സംഭവിച്ചിരിക്കുന്നത്. പറയാനുള്ളത് നമുക്ക് സ്ട്രെയിറ്റ് പറയാലോ. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലെങ്കിൽ വീണയ്ക്ക് അവിടെ പ്രസക്തിയില്ല. വീണയ്ക്ക് പണം കിട്ടിയിരിക്കുന്നത് ഇന്നയാളുടെ മകളായതുകൊണ്ട് തന്നെയാണ്. അതിൽ യാതൊരു തർക്കവും വേണ്ട. മാത്രമല്ല ഇതിപ്പോ SFI മാത്രമല്ല EDയും CBIയും കൂടെ ഈ കേസിലേക്ക് വരികയാണ്. അപ്പൊ കേസ് മുറുകും എന്നുള്ളത്, അന്വേഷണം മുറുകും എന്നുള്ളത് ഉറപ്പാണല്ലോ. അതെ, അപ്പോ ഞാൻ പറയുന്നത് ഇനിയെങ്കിലും ഈ പാർട്ടിയെ സംരക്ഷിക്കുന്ന ഒരു നയം ഇതിലുള്ള കേരള ഘടകത്തിലെ സഖാക്കൾ എടുത്തിട്ടില്ലെങ്കിൽ ബാക്കിയുള്ളിടത്ത് സംഭവിച്ചു തന്നെ സംഭവിക്കും. അത് ചേട്ടൻ പറഞ്ഞതുപോലെ ബംഗാൾ ഘടകത്തിലെ അവർക്കൊരു അതെ അനുഭവമാണ് മുഹമ്മദ് സലീം എന്ന് പറയുന്ന സഖാവ് പറഞ്ഞത് അല്ലെ. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. വേറൊരു കാര്യം കൂടെ ഉണ്ട്. കഴിഞ്ഞ ദിവസം പാർട്ടിയുടെ രാഷ്ട്രീയ കരട് രേഖ ചർച്ച നടക്കുമ്പോൾ ആ കരട് രേഖയിൽ ഈ സ്വകാര്യ മൂലധനം കേരള ഘടകം അത് വാങ്ങണം, അത് വാങ്ങി അത് ആ
സ്വകാര്യ മൂലധനത്തിന്റെ നിക്ഷേപത്തെ കുറിച്ച് ഒരു ചർച്ചയുണ്ടായിരുന്നു. ആ ചർച്ചയിൽ കേരളം ചെയ്യുന്ന കാര്യം ചെയ്യണമെന്ന് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ മുഹമ്മദ് സലീം അത് അങ്ങനെ അനുകൂലിച്ച് പറഞ്ഞ സലീം ഇത്തരത്തിൽ തിരിച്ചു പറഞ്ഞപ്പോൾ കേരള ഘടകം ആകെ അമ്പരന്നിരിക്കുകയാണ്. കാര്യം അവരെ ഒരു വസ്തുതയിൽ അവർ കൊണ്ടുവന്ന രാഷ്ട്രീയ കരട് രേഖയിൽ ഇങ്ങനെ മൂലധന നിക്ഷേപത്തെക്കുറിച്ച് സ്വകാര്യ മൂലധനം കൊണ്ടുവരണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അതെല്ലാം സപ്പോർട്ട് ചെയ്ത സലീം തിരിച്ചു പറയുമ്പോൾ ഇവർ ആകെപ്പാടെ പെട്ടിരിക്കുക. കാര്യം വെച്ചാൽ അതിൻ്റെ കാരണം സലീം പറഞ്ഞത് കാര്യം തന്നെയാണ്. കാര്യം ഈ പാർട്ടി ഒന്നിനൊന്നിന് കാര്യം ഒരു പിണറായി വിജയന് ശേഷം ഇനി ഇവിടെ പാർട്ടി ഇല്ല എന്നുള്ള രീതിയിലേക്കാണ്. കാര്യം ഇതിൽ ഒരു കാര്യം കൂടെ നമുക്ക് പറയേണ്ടി വരും. പിണറായി വിജയൻ എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ CEO പോലെയായി CPM-നകത്ത്. അതായത് ഈ പറയുന്ന CPM എന്ന് പറയുന്ന കേരള ഘടകം കമ്പനി ഒരു കമ്പനിയാണ്. ആ കമ്പനിയുടെ CEO ആ കമ്പനി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ ഡൽഹിയിലെ കേസുകൾക്ക് ഇദ്ദേഹത്തിന്റെ SNC ലാവലിൻ തുടങ്ങി ഇപ്പൊ മകളുടെ ഈ കേസ് വരെ ഡൽഹിയിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് KV തോമസിനെ പോലെ ഒരാളിനെ കാശ് കൊടുത്ത് അവിടെ സർക്കാർ എന്റെയും നിങ്ങളുടെയും ഒക്കെ നികുതി പണം എടുത്ത് അത് വെറും ഒരു വാഴയാണ്. ആ വാഴയല്ല, അയാൾക്ക് ഈ പറയുന്ന അടുക്കള വഴി അയാൾ ഈ പറയുന്ന പോലെ അടുക്കള ഭരണം ഇത്തരത്തിൽ അടുക്കള ഭരണത്തിനും ആ കാര്യങ്ങൾക്കും വേണ്ടി ഇങ്ങനെയുള്ള ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടല്ലോ. ഈ നമ്മൾ ഈ ചില സ്ത്രൈണതയുള്ള പുരുഷന്മാരെന്ന് പറയുമല്ലോ, സ്ത്രൈണതയുള്ള പുരുഷന്മാരെന്ന് പറയുന്ന പോലെ ഇത് അത്തരത്തിലുള്ള ഒരാളാണ്. അതിനു വേണ്ടിയിട്ട് നമുക്ക് വെക്കാമെന്ന് പിണറായിയുടെ ബുദ്ധിയിൽ തോന്നി നമ്മളെ കാശ് വാങ്ങി ഇങ്ങനെ ഒരു ഐറ്റത്തിനെ കൊടുത്തിരിക്കുക. അങ്ങനെ ഒരു ഐറ്റം ഇരിക്കുന്നതിന് ആ ഐറ്റത്തിനെ വെച്ചാണ് ഈ കാണുന്ന എല്ലാ പ്രക്രിയകളും നടത്തുന്നത്. അപ്പൊ ചുരുക്കത്തില് ഈ പറയുന്ന പോലെ ഈ പാർട്ടി കോൺഗ്രസിൽ ഇനി ഒരു കാര്യം നമുക്ക് പറയേണ്ടി വരും. ഈ പാർട്ടി കോൺഗ്രസിൽ ഇപ്പോൾ MA ബേബി ഇന്നലെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു, ഗോവിന്ദൻ ഒന്നും അറിയാത്ത രീതിയിൽ സംസാരിച്ചു. ഇനിയിപ്പോ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ കേരളത്തിൽ നിന്ന് ഒരാളാകണം. ബേബിയുടെ പേരാണ് പൊങ്ങി വരുന്നത്. ഇന്ന് ബേബിയുടെ ജന്മനാളാണ്. 72ാമത്തെ വയസ്സിലേക്ക് ബേബി വരികയാണ്. ഇന്ന് രാത്രി അർദ്ധരാത്രിയോടുകൂടി തന്നെ ഈ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആരെന്ന് അറിയാൻ പറ്റും. 10 ലക്ഷമാണ് ആകെയുള്ള അംഗങ്ങളുടെ എണ്ണം. കേരളത്തിലെ 5 ലക്ഷം. അപ്പോൾ കേരളത്തിൽ മാത്രം ഒതുങ്ങി ഒരു പ്രാദേശിക പാർട്ടിയായി ഈ പാർട്ടി തീർന്നിരിക്കുന്നു. അപ്പോൾ ഇനി പിണറായി വിജയൻ എന്ന തമ്പുരാന്റെ ഒരു ഒപ്പീനിയൻ കൂടെ അറിയണം. കാര്യം ബാക്കി ഘടകങ്ങളെല്ലാം തന്നെയും ബേബി വരണം എന്ന രീതിയിൽ വന്നു. പിണറായി വിജയനോട് ഇനി ചോദിക്കണം. പിണറായി വിജയൻ പിണറായി വിജയൻ മൂളാൻ വേണ്ടിയാണ് ബേബി ഇന്നലെ അങ്ങനെ ഒരു ഡയലോഗ് പറഞ്ഞത്. മനസ്സിലായില്ലേ? പിന്നെ ഗോവിന്ദന് ഇതിലൊന്നും പറയാൻ പറ്റാത്തൊരു കാര്യം ഗോവിന്ദന്റെ ഉള്ളിൽ തിരിച്ചു വരണം എന്നുള്ള, അതായത് ഇയാളെ പുറത്ത് ഇയാളുടെ കളിയിൽ നിൽക്കണമെന്ന്. പക്ഷെ ഗോവിന്ദനുള്ള ആംബിയറില്ല. പിന്നെ വേറെ പറയാൻ ഇവിടെ ആരുമില്ല. P ജയരാജനൊന്നും CC-യിൽ ഇല്ല. ഇനിയിപ്പോൾ EP ജയരാജനെ CC-യിലേക്ക് കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. കാര്യം EP ജയരാജന്റെ കട്ടൻ ചായയും പരിപ്പോടയും സംസ്ഥാന സമ്മേളനത്തിന് വരുമെന്നാണ് പറഞ്ഞത്. ഇപ്പൊ കട്ടൻ ചായ ആരോ കുടിച്ചു തീർന്നു, പരിപ്പോട ആരോ എടുത്ത് കഴിക്കാൻ കൊണ്ടുപോയി. അപ്പൊ ഇനിയിപ്പോ സംഗതിയൊന്നും നടക്കാൻ സാധ്യതയില്ല. ബുക്ക് ഇറങ്ങുന്ന കാര്യം ബുക്ക് ഇറക്കരുത് എന്നായിരിക്കും ചിലപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ബുക്ക് ഇറക്കരുത്, നാറ്റിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ എന്നെ നിങ്ങൾ പോളിറ്റ് ബ്യൂറോയിലിട്ട് എടുക്കണം. എനിക്കിനി 6 മാസം കൂടെ ഉണ്ട് 75 വയസ്സാവാൻ. എന്തായാലും പിണറായി പ്രായപരിധി പറഞ്ഞ വിഷയം പിണറായിക്ക് തന്നെ അടിയാകുന്നു. പിന്നെ ഈ സംഭവം ഈ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന അവസരത്തിൽ തന്നെ പൊട്ടിയത് പിണറായിക്ക് ഒരു വലിയ പണി തന്നെയാണ് വരുന്നത്. ഇത് കേരളത്തിൽ ഈ പറയുന്ന സംഭവം ഇല്ലാതെ പാർട്ടി കോൺഗ്രസ് ഒന്നും ഇല്ലാതായിരുന്നെങ്കിൽ കേരളത്തിനകത്ത് കേരള ഘടകങ്ങൾ മാത്രം ചർച്ച ചെയ്തിട്ട് ചിലപ്പോൾ PBയിൽ അവിടെ എത്തുമ്പോൾ ഇതെല്ലാം ആറി തണുത്തിട്ടുണ്ടാവും. ഏതായാലും മറ്റൊരു SNC ലാവലിൻ പോലെ ഇതിങ്ങനെ എഴഞ്ഞെഴഞ്ഞ്, അതായത് 2026 നിയമസഭ വരെയും ഈ കേസ് എങ്ങും പോലെ. അതിനാണ് തിരുത്തോമയെ അവിടെ നിർത്തിയിരിക്കുന്നത്. നമുക്ക് കാണാം എന്തായാലും അതോ കൃത്യമായ നടപടി ഉണ്ടാകുമോ എന്നുള്ളത്. ഇപ്പം ത്വരിതഗതിയിലേക്ക് പോകും എന്ന് പറയുന്നെങ്കിലും തിരുത്തോമയെ പോലെ നിരവധി പേർ അദ്ദേഹത്തിന് അവിടെ ഉണ്ട്. അങ്ങനെ ഇതെല്ലാം ഒന്ന് നിയന്ത്രിച്ച് 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെ ഇതിങ്ങനെ പോകാനാണ് സാധ്യത എന്നാണ് നമുക്ക് തോന്നുന്നത്. പാർട്ടി കോൺഗ്രസ് എന്തായാലും അങ്ങനെ തോന്നുന്നില്ല. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. അങ്ങനെയാണ് നമുക്ക് നോക്കി കാണാലോ. ഇന്നലെ വരെ എന്തായിരുന്നു എന്നുള്ളതല്ല, ഇനി എന്താണ് എന്നുള്ളത് വേറെ തന്നെ കാര്യമാണ്. സംഭവിക്കുള്ളൂ. എന്തായാലും ചേട്ടന്റെ വിശ്വാസം ചേട്ടനെ